അമേരിക്കയിലെ പെന്റിക്കോസ്റ്റൽ ചർച്ചസ് എല്ലാം കൂടെ, എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, ചർച്ച് ഓഫ് ഗോഡൊക്കെ അന്ന് വേറെ സഭയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് കൂടി 1914 തുടങ്ങിയതാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയാൻ തന്നെ കാര്യം അതാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലികൾ പല സ്ഥലങ്ങളിലാണ്. എല്ലായിടത്തുമുള്ള ദൈവത്തിൻ്റെ അസംബ്ലികളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി എന്ന നിലയിലാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങുന്നത്. അതായത് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയിട്ട് പലയിടത്തേക്ക് വ്യാപിച്ചതല്ല ശരിക്കും. എന്താണ്, പല സ്ഥലങ്ങളിൽ പെന്തിക്കോസ്തുകൾ ഉണ്ടായപ്പോൾ ഉണ്ടായ സഭകളെ ഒരുമിച്ച് ചേരുക. പക്ഷേ അത് വലിയൊരു മിഷനറി മൂവ്മെൻ്റായി. കാര്യം ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് അവർക്ക് ലഭിച്ച പുതിയ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള അഭിവാഞ്ചിയോടുകൂടെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് മിഷനറിമാരെ അയക്കാൻ തുടങ്ങി. അതാണ് വാസ്തവത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ രൂപീകരണത്തിനുണ്ടായ ഏറ്റവും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ടതായ കാര്യം. അങ്ങനെയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരു മിഷനറി മൂവ്മെൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാം. അതേസമയം ചർച്ച് ഓഫ് ഗോഡ് ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചായിട്ട് അവരങ്ങ് രൂപപ്പെടുകയായിരുന്നു. സ്കാൻഡിനേവിയൻ ചർച്ചസിലും സ്കാൻഡിനേവിയയിലും നോർവേയിലും ഒക്കെയുള്ള സഭകൾ വേറെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുള്ള പേരിലല്ല അവർ അറിയപ്പെട്ടിരുന്നത്. ഫിലദൽഫിയ ചർച്ച് എന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന ചർച്ച്, സ്ലിബി പത്രോസിൻ്റെയും മറ്റും സഭ. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ഡെവലപ്മെൻ്റ് ഉണ്ടായപ്പോൾ പിന്നീട് അത്യാവശ്യമായി വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉപദേശം വേണമായിരുന്നു. അതായത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഈ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് സാർവത്രികമായി യൂണിവേഴ്സലായി എല്ലായിടത്തും ആളുകൾ ആത്മാവിൽ നിറയുകയും ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിക്കുകയും അങ്ങനെ ആത്മവരങ്ങൾ അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചവരുടെ കൂട്ടായ്മകൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഏതാണെങ്കിലും ഇഫ് ഇറ്റ് ഇസ് എ ചർച്ച്, ദ ചർച്ച് നീഡ്സ് എ ഡോക്ട്രിൻ. അങ്ങനെയാണ് ഒരു പെന്തിക്കോസ്ത് ഉപദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് എസെൻഷ്യൽ. പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ ആവശ്യമായി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അത് ഈസിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് വന്ന ആ വഴി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ശക്തമായ ഉപദേശം ഉണ്ടാക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, പെന്തിക്കോസുകാരെന്തുവാ അവർ കുറച്ച് അന്യഭാഷ പറയുന്നു, അവർക്കൊരു ഉപദേശമുണ്ടോ? അല്ലെങ്കിൽ പെന്തിക്കോസുകാർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, നമ്മളിങ്ങനെ അന്യഭാഷ പറയുന്നതല്ലാതെ നമുക്ക് ശക്തമായൊരു ഉപദേശമില്ല, നമുക്കൊരു പാരമ്പര്യമില്ല, നമുക്കൊന്നുമില്ല, ഒരു അപകർഷതാബോധം. ഞാനൊരു പ്രാവശ്യം ഒരു തിയോളജിക്കൽ സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ റിസർച്ച് നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മളൊക്കെ എന്തോ പറയാനാ, നമുക്ക് എന്തെങ്കിലും ഉപദേശമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? നമ്മളൊക്കെ ഈ ഇവാഞ്ചലിക്കൽ തിയോളജിയും ഒക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നെന്നുള്ളതല്ലാതെ വേറെ നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ഇവരുടെയൊക്കെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നു എന്നുള്ള നിലയിലാണ് ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ പോലും കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ പെന്തിക്കോസ്തിൻ്റെ ആ ഒരു സ്വാത്മബോധമില്ലാത്ത ഒരു തലമുറയാണ് വാസ്തവത്തിൽ പുതുതായിട്ടുണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, ഞാനൊരു പെന്തിക്കോസുകാരനായിപ്പോയി എന്നുള്ള നിലയിലാണ് പലരുടെയും ഇടപെടൽ. അല്ലേ, പെന്തിക്കോസുകാരനായിപ്പോയി, ഏതോ കളഞ്ഞേച്ച് പോയി, അല്ലെങ്കിൽ എന്തോ ഇല്ലാതെ ആയിപ്പോയി എന്നുള്ള നിലയിലാണ്. പക്ഷേ പെന്തിക്കോസ്റ്റലിസത്തിന് വളരെ ശക്തമായ ഒരു ഉപദേശത്തിൻ്റെ അടിത്തറ ഉണ്ട്. എന്തുകൊണ്ട് ശക്തമായെന്ന് പറയാൻ കാര്യം എന്താണ്? ആദ്യമൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ മാറിയതെങ്കിലും പെട്ടെന്ന് സ്ഥിതി മാറി. സഭകളുടെ ആവിർഭാവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് അവർക്ക് ഉപദേശം ആവശ്യമായി വന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. കാര്യം ഇവരുടെ പശ്ചാത്തലം എങ്ങനെയുള്ള പശ്ചാത്തലമാണ്? പെന്തിക്കോസ്തിൻ്റെ ആത്മീയ പാരമ്പര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉണ്ടായത് റിഫോമിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നവീകരണ പശ്ചാത്തലത്തിൽ നിന്ന്. ബേസിക്കലി വി ആർ കമ്മിങ് ഫ്രം എന്നാണ് ആദ്യം തൊട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോസ്തോലിക പാരമ്പര്യം തൊട്ട് ഇങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ അപ്പോസ്തോലിക പാരമ്പര്യം കഴിഞ്ഞിട്ട് ഒരു കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി പോയെങ്കിലും അവിടെ നിന്ന് പിന്നീടുള്ള എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് പെന്തിക്കോസ്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വളർച്ചയുടെയും നല്ല വശങ്ങൾ പെന്തിക്കോസ്റ്റൽസിന് എടുക്കാമായിരുന്നു. ഇറ്റ് വാസ് ഈസി ഫോർ ദം. അതായത് ചരിത്രത്തിലുടനീളമുള്ള സഭയുടെ പല ട്രാൻസിഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ആ ട്രാൻസിഷൻസിലെ എല്ലാ സ്ഥലങ്ങളിലെയും നല്ല വശങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. അങ്ങനെ അപ്പോസ്തോലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാത്തലിക് ചർച്ചിലൂടെ റിഫോമിസ്റ്റുകൾ ഉണ്ടായി. ആ റിഫർമേഷൻ്റെ നല്ല വശങ്ങൾ അവരെടുത്തു. ആ റിഫർമേഷൻ തന്നെയല്ല, ഉണർവ് സംഘങ്ങളുടെ ആ റിവൈവലിസ്റ്റ് പാരമ്പര്യം അവർ എടുത്തു. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് ഉപദേശം എന്ന് പറയുന്നത് വേർപാടിന്റെ ഉപദേശമാണ്. വി ആർ സെപ്പറേറ്റഡ് പീപ്പിൾ. അത് വളരെ പ്രസക്തമായ ഒരു ഉപദേശമാണ്. വേർപാടിന്റെ ഉപദേശം എടുത്തു. അതുപോലെ തന്നെ അവര് മെത്തോഡിസം പോലെയുള്ള ഡിസിപ്ലിൻഡ് ലിവിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
ഒരു ഉപദേശം രൂപീകരിച്ചു, അല്ലെങ്കിൽ അതും കൂടെ അവരുടെ ഉപദേശത്തിൽ അവർ ചേർത്തു പെന്റിക്കോസ്റ്റൽസിന്റെ. അതേപോലെ അവർ വേദപുസ്തകത്തിന്റെ കാര്യത്തിൽ ഫണ്ടമെന്റലിസ്റ്റുകളായിരുന്നു, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിന്റെ കാര്യത്തിൽ ഫണ്ടമെന്റലിസ്റ്റുകളായിരുന്നു. ഹോളിനെസ് മൂവ്മെന്റിന്റെ വിശുദ്ധിയുടെ ഉപദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മൂവ്മെന്റ്സിന്റെയും നല്ല വശങ്ങൾ ചേർത്തുകൊണ്ട്, അതുകൊണ്ട് പെന്തിക്കോസ്തിന് ഒരു വലിയൊരു ആത്മീയ പാരമ്പര്യമുണ്ട്. അപ്പോസ്തോലിക കാലം മുതലുള്ള പാരമ്പര്യം, നവീകരണത്തിന്റെ പാരമ്പര്യമുണ്ട്, റിഫോം മൂവ്മെന്റിന്റെ ഉണർവിന്റെ പാരമ്പര്യമുണ്ട്, വേർപാടിന്റെ പാരമ്പര്യമുണ്ട്, ഫണ്ടമെന്റലിസ്റ്റുകളുടെ പാരമ്പര്യമുണ്ട്, ഹോളിനെസ് മൂവ്മെന്റിന്റെ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഈ എല്ലാ മേജർ ട്രാൻസിഷനിലെയും നല്ല അംശങ്ങൾ ചേർത്തെടുത്തത് കൊണ്ട് പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത് ഒരു ഉപദേശമില്ലാത്ത ഗ്രൂപ്പൊന്നും അല്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. പെന്തിക്കോസ്തുകാർക്ക് ആകെ ഉള്ളത് അന്യഭാഷ മാത്രമാണെന്നുള്ള നിലയിൽ ആളുകൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. പെന്തിക്കോസ്തുകാരും അങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതാണ് ഇന്ന് വാസ്തവത്തിൽ ഈ ക്ലാസ്സിനകത്ത് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. മറ്റുള്ളവരുടെ ചേഞ്ചിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് പെന്തിക്കോസ്തുകാരൻ്റെ ചേഞ്ചാണ്. അല്ലാതെ മറ്റുള്ളവരിപ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട്. പക്ഷെ പെന്തിക്കോസ്തുകാരൻ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലോ നമുക്കെന്തോ ബ്രദറെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ശക്തമായ ഒരു ഉപദേശമുണ്ട് പെന്തിക്കോസ്ത് സഭകൾക്ക്. അത് പക്ഷേ എന്താണെന്നുള്ളത് നല്ലൊരു ശതമാനം ആളുകൾക്കും അൽമായർക്ക് മാത്രമല്ല സഭാ നേതാക്കന്മാർക്ക് പോലും എന്താണ് പെന്തിക്കോസ്തിന്റെ ഉപദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലെന്നുള്ളത് വേറെ കാര്യം. ഉപദേശമുണ്ട്, പക്ഷേ ആ ഉപദേശത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അജ്ഞരാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. നമ്മുടെ മുൻഗാമികളായ റിഫോമിസ്റ്റ് ഗ്രൂപ്പുകളുടെയും റിവൈവലിസ്റ്റുകളുടെയും സെപ്പറേറ്റിസ്റ്റുകളുടെയും ഫണ്ടമെന്റലിസ്റ്റുകളുടെയും ഹോളിനെസ് മൂവ്മെന്റിന്റെയും എല്ലാവരുടെയും അതിൻ്റെ എല്ലാ മഹിമകളോടും കൂടെ പരിശുദ്ധാത്മ വരങ്ങളുടെ പ്രകാശനങ്ങളുടെ ചേർക്കുന്നതാണ് പെന്തിക്കോസ്ത് ഉപദേശം. ബാക്കിയുള്ള എല്ലാ സഭയുടെ മേജർ ട്രാൻസിഷനിലെ എല്ലാ നല്ല അംശങ്ങളും അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ അഡീഷണലായിട്ട് കിട്ടി. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുടെ പ്രകാശനങ്ങളും കൂടെ നമുക്ക് അഡീഷണലായിട്ട് കിട്ടി. എന്നാൽ അന്നും ഇന്നും ഉപദേശങ്ങളെ വലിയ ഗൗരവമായി എടുക്കാത്ത ഡിസിഡന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചാത്തലത്തിലുള്ളവർ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭകൾ രൂപീകരിച്ചിട്ടുള്ള ഡിസിഡന്റ് ഗ്രൂപ്പുകൾ അതിന്നും ഉണ്ട്, അന്നും ഉണ്ട്. ഡിസിഡന്റ് ഗ്രൂപ്പുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ എന്തെങ്കിലും അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി മാറി പോകുന്നവരുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ പെന്തിക്കോസ്ത് സഭകളും ഒരേ ഉപദേശത്തെ തന്നെയാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് the Pentecostal churches, they followed a single doctrine line. വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത പെന്തിക്കോസ്ത് ഉപദേശം. ഇപ്പം അവർ ഒരുപക്ഷെ പല പല സംഘങ്ങളുണ്ടായിരിക്കാം, അസംബ്ലീസ് ഒക്കെ ഉണ്ടായിരിക്കാം, ചർച്ച പോലെ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ IPC ഉണ്ടായിരിക്കാം, ഓൾ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ടായിരിക്കാം. പക്ഷേ മെയിൻ ലൈൻ ചർച്ചസ് എല്ലാം എന്ത് ചെയ്തു? ഉപദേശപരമായി ഒരേ ഉപദേശത്തെ തന്നെ പിന്തുടർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന് നമുക്ക് ഉള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം. അതുകൊണ്ട് ഈ മെയിൻ ലൈൻ പെന്തിക്കോസ്ത് ഘടകങ്ങൾ, വി കോൾ ദം ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽസ്. ഈ മെയിൻ ലൈനിലുള്ള പ്രധാനപ്പെട്ട പെന്തിക്കോസ്ത് സംഘടനകൾ വെറും അന്യഭാഷ പറയുന്നവർ മാത്രമല്ലെന്നും ഒരു ബൈബിൾ ബേസ്ഡ് മെയിൻ ലൈൻ ചർച്ച് തന്നെയാണെന്നും മറ്റുള്ളവർ പോലും പിന്നീട് ക്രമേണ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. കാര്യം നമുക്ക് അടിസ്ഥാനപരമായി മെയിൻ ലൈൻ ചർച്ചസിന്റെ തിയോളജിയോട് ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. ഉപദേശങ്ങളോട് മെയിൻ ലൈൻ ഇപ്പം ട്രിനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിന്റെ ഒരു ഉപദേശങ്ങളോടും മെയിൻ ലൈൻ ചർച്ചസിന്റെ ഉപദേശങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതിന്റെ വിശകലനത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമ്മൾ പെന്തിക്കോസ്ത് ഒരു കൾട്ട് ഗ്രൂപ്പൊന്നും അല്ല. യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ യഹോവ വലിയ ആളാണെന്ന് പറയുന്നത് പോലെ നമ്മളാരും പരിശുദ്ധാത്മാവ് മാത്രമാണ് വലിയ ആളെന്ന് പറയുന്നില്ലല്ലോ. അതായത് അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ പെന്തിക്കോസ്ത് സഭകൾക്ക് മെയിൻ ലൈൻ ചർച്ചസിന്റെ തിയോളജിയോട് അടിസ്ഥാനപരമായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കണം. അതുകൊണ്ട് അവർക്ക് ഒരു ദൈവശാസ്ത്രപരമായ നിലയിൽ പെന്തിക്കോസ്തിനെ ഒരു ഡീവിയേറ്റഡ് ഗ്രൂപ്പായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ദൈവശാസ്ത്രപരമായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ അക്സെപ്റ്റിംഗ് ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ദ മെയിൻ ലൈൻ തിയോളജി. പിന്നീട് അത് വേദപുസ്തക കേന്ദ്രീകൃതമായ ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഓപ്പണാണ്. മറ്റുള്ള സഭകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, ഞാനിപ്പോൾ ഒരു പാരമ്പര്യ സഭയിൽ ചെന്നിട്ട് ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പറയും, വേദപുസ്തകം അങ്ങനെയൊക്കെ പഠിപ്പിക്കും, പക്ഷേ ഞങ്ങൾ ഉപദേശം ഇതാ. പെന്തിക്കോസ്തുകാരൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ പിതാക്കന്മാര് ഈ ഉപദേശം പഠിപ്പിച്ചപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു വി ആർ ബൈബിൾ ബേസ്ഡ് എന്ന്. അതാണ് വാസ്തവത്തിൽ പെന്തിക്കോസ്തിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പുതിയ ഒരാൾക്ക് വന്നിട്ട് ഒരു നേതാവിന് വന്നിട്ട് മാറ്റാൻ കഴിയുന്നതല്ല പെന്തിക്കോസ്ത് ഉപദേശം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം.
ഒരു നേതാവ് വന്നപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, പക്ഷേ ഇന്ന് മുതൽ നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അതിനെ ചോദ്യം ചെയ്യാൻ എന്തുണ്ട്? ബൈബിൾ ബേസ്ഡ് ആയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് കഴിയും. ആ ഓപ്പൺനെസ് ആണ് പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. ആ ഓപ്പൺനെസ് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന ഒരു ദോഷം, അത് പ്രൊട്ടസ്റ്റന്റിസത്തിലെ ഒരു പ്രത്യേകതയാണ്. പോപ്പ് പറയുന്നതിന് അപ്പുറത്തൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സംഘത്തിൽ നിന്നാണ് അതോറിറ്റി ഓഫ് ദ ബൈബിൾ അക്സെപ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത് ശരിയാണ്. ദോഷമുണ്ട്. പക്ഷേ ഈ ഒരു ഗുണം കിടക്കുന്നിടത്തോളം കാലം ആർക്കും ഒരാൾക്ക് കയറി ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവർ മുഖ്യധാര പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് മാറി നിന്നാലേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഒരാൾ മാറിയിട്ട് ഏതെങ്കിലും ഒരു ഉപദേശം സ്പെസിഫിക് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്, എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, കുഞ്ഞെ നിനക്ക് അനുഭവപ്പെട്ട് കിട്ടിയതും വെളിപ്പെട്ട് കിട്ടിയതും അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പണി നോക്കിക്കോ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിൾ ബേസ്ഡ് അല്ലാത്ത ഒരു ഉപദേശത്തിന് പെന്തക്കോസിലേക്ക് കടന്നുകൂടാനായിട്ട് ബുദ്ധിമുട്ട്. കടന്നുകൂടിയാൽ അവരത് പെന്തക്കോസാന്ന് പറയുമായിരിക്കും. പക്ഷേ മെയിൻ ലൈൻ ചർച്ചസിൽ അല്ലെങ്കിൽ മെയിൻ ലൈൻ ചർച്ചസ് ഫോളോ ചെയ്യുന്ന ഉപദേശം ബൈബിൾ ബേസ്ഡ് ആയതുകൊണ്ട് അതിന് വിപരീതമായ എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ഓപ്പൺനെസ് നമുക്കുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് കിടക്കുകയാണ്. അതില്ലാതെ ആയാൽ ഞാൻ പെന്തക്കോസിൽ കാണത്തില്ല. അതുള്ളിടത്തോളം കാലമേ എനിക്ക് പെന്തക്കോസ് നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം ഏതെങ്കിലും ഒരു ലീഡർ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് അപ്പുറത്തായിട്ടൊരു കാര്യം പഠിപ്പിച്ചിട്ട് ഇതാണ് സത്യം, ഇത് വിശ്വസിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ആ ഓപ്പൺനെസ് അത് കിടക്കുന്നത് ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് അതും ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നിലനിൽപ്പില്ല. കാര്യം പെന്തക്കോസ്ത് എന്ന് പറയുന്നത് എന്തിൽ മാത്രം വേദപുസ്തക ഉപദേശങ്ങളിൽ മാത്രമേ ആളുകൾക്ക് അതുകൊണ്ടാണല്ലോ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വേദപുസ്തകം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ആ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ബൈബിൾ ബേസ്ഡ് മെയിൻ ലൈൻ ചർച്ചായിട്ട് പെന്തക്കോസ്റ്റ് രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്കുള്ള ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം പെന്തക്കോസ്തുകാർക്ക് അനുഭവങ്ങൾ മാത്രമല്ല വചന കേന്ദ്രീകൃതമായ ഒരു ഉപദേശവുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് പെന്തക്കോസ്റ്റ് എന്ന് ചോദിച്ചാൽ നവീകരണത്തിൻ്റെ ഉപദേശവും റിഫോമേഴ്സിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച നവീകരണത്തിൻ്റെ ഉപദേശവും റിവൈവൽ നായകരായിരുന്നവരിൽ നിന്ന് സ്വീകരിച്ചതായ ഉണർവിൻ്റെ ഉപദേശവും മെത്തോഡിസം പോലെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മൊത്തമായിട്ട് എടുക്കുകയല്ല, അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നവീകരണത്തിൻ്റെയും ഉണർവിൻ്റെയും ശിക്ഷണമുള്ള ഒരു ഡിസിപ്ലിൻഡ് ജീവിതത്തിൻ്റെയും വേർപാടിൻ്റെയും ഫണ്ടമെന്റലിസത്തിൻ്റെയും അതായത് വചനത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാത്ത നിലപാടിൻ്റെയും വിശുദ്ധിയുടെയും അപ്പോസ്തോലിക അനുഭവത്തിൻ്റെയും ആത്മനിറവിൻ്റെ ജീവിതത്തിൻ്റെയും ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് പെന്തക്കോസ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടാണ് പെന്തക്കോസ്. ഇതിനെ ഒരിക്കലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ നമ്മുടെ സഭകളിൽ പരിശ്രമിച്ചാൽ, സഭകളിൽ ധാരാളം ആളുകൾ അതിനകത്ത് ഉപദേശം മാത്രമല്ല, ഈ പറഞ്ഞ ഉപദേശങ്ങൾ, വിശുദ്ധി, അപ്പോസ്തോലിക അനുഭവം, അതിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഉപദേശം മാത്രം പോരാ, ആത്മനിറവിൻ്റെ ജീവിതം, ഇതെല്ലാം കൂടെ കൂടുമ്പോഴേ പെന്തക്കോസ് ആകുന്നുള്ളൂ.